निर्विशेष शून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुखाद् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम ചതുർത്ഥ സ്കന്ധം 14ാമത്തെ അധ്യായം വേനൻ രാജാവിന്റെ കഥ. ശ്ലോകം 28 മുതൽ 32 വരെ വായിക്കാം. തസ്മാൻ മാം കർമ്മഭിർവിപ്ര യജധ്വം ഗതമത്സരാഃ ബലിം ച മഹ്യം ഹരത മത്തോന്യകോഗ്രഭുക്പുമാൻ. മൈത്രേയ ഉവാച ഇത്തം വിപര്യമതി പാപീയാനുത്പഥം ഗതഃ അനുനീയമാനസ്തയാഞ്ചാം ന ചക്രേ ഭ്രഷ്ടമംഗള. ഇതി തേ അസത്കൃതാസ്തേന ദ്വിജാ പണ്ഡിതമാനിന ഭഗ്നായാം ഭവ്യയാഞ്ചായാം തസ്മൈ വിതുരാ ചക്രുധു. അന്യതാമന്യതാമേഷ പാപാ പ്രകൃതിദാരുണഃ ജീവൻ ജഗദസാവാശു കുരുതേ ഭസ്മസാദ്ധ്രുവം. നായമർഹത്യ സദ്വൃത്തോ നരദേവാവരാസനം യോധി യജ്ഞപതിം വിഷ്ണും വിനിന്ദത്യ അനപത്രപഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സിന്ധുമതി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4-1 അധ്യായം 14 വേനൻ രാജാവിന്റെ കഥ. ശ്ലോകം 28. തസ്മാൻ മാം കർമ്മഭിർവിപ്ര യജധ്വം ഗതമത്സരാഃ ബലിം ച മഹ്യം ഹരതാ മത്തോന്യകോഗ്രഭുക്പുമാൻ. വിവർത്തനം. വേനൻ രാജാവ് തുടർന്നു, ഇക്കാരണത്താൽ അല്ലയോ ബ്രാഹ്മണരെ, നിങ്ങൾ എന്നോടുള്ള ദേഷ്യം വെടിഞ്ഞ് ആചാരപരമായ കർമ്മങ്ങളാൽ എന്നെ ആരാധിക്കുകയും എല്ലാ ആരാധനാനുസാരികളും എനിക്കായി അർപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ എല്ലാ യജ്ഞങ്ങളുടെയും ആദ്യാർപ്പണം സ്വീകരിക്കുവാൻ എനിക്കുപരി വേറെ ഒരു വ്യക്തിയുമില്ലെന്ന് മനസ്സിലാക്കണം. ശ്ലോകം 29. മൈത്രേയ ഉവാച ഇത്തം വിപര്യമതി പാപീയാനുത്പദം ഗതഃ അനുനീയമാനസ്തദ്യാജ്ഞാം ന ചക്രേ ഭ്രഷ്ടമംഗളം. വിവർത്തനം. മഹാമുനി മൈത്രേയൻ തുടർന്നു, അപ്രകാരം ശരിയായ പാതയിൽ നിന്ന് വ്യതിചലിച്ച് പാപപങ്കിലമായ ജീവിതം നയിക്കുകയാൽ ബുദ്ധിഹീനനായി തീർന്ന രാജാവ് യഥാർത്ഥത്തിൽ സകല സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടവനായി. മഹാമുനിമാർ വളരെ ആദരവോടെ മുന്നോട്ട് വച്ച അഭ്യർത്ഥന സ്വീകരിക്കാൻ അവനു കഴിഞ്ഞില്ല. അതിനാൽ അവൻ ശിക്ഷിക്കപ്പെട്ടു. ശ്ലോകം 30. ഇതി തേ സത്കൃതാസ്തേന ദ്വിജാ പണ്ഡിതമാനിന ഭഗ്നായാം ഭവ്യയാജ്ഞായാം തസ്മൈ വിധുരീചുക്രുദുഃ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട വിതുര, താങ്കൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേരുന്നു.
പരമജ്ഞാനി എന്ന് സ്വയം വിചാരിച്ച വിഡ്ഢിയായ രാജാവ് അപ്രകാരം അപമാനിച്ചപ്പോൾ അവന്റെ വാക്കുകളാൽ ഹൃദയം മുറിക്കപ്പെട്ട മഹാമുനിമാർ അത്യധികം കുപിതരായി. ശ്ലോകം 31. ഹന്യതാം ഹന്യതാമേഷ പാപപ്രകൃതി ദാരുണഃ ജീവൻ ജഗത സാവാശു കുരുതേ ഭസ്മസാധ്രുവം. വിവർത്തനം: എല്ലാ മഹാമുനിമാരും പെട്ടെന്ന് നിലവിളിച്ചു, അവനെ വധിക്കുക, അവനെ വധിക്കുക, അവൻ അത്യന്തം ഭയങ്കരനും പാപിയുമായ വ്യക്തിയാണ്. ജീവിച്ചിരുന്നാൽ അവൻ ക്ഷണനേരം കൊണ്ട് ഈ ലോകത്തെ ഭസ്മമാക്കും. ശ്ലോകം 32. നായമർഹത്യ സദ്യത്തോ നരദേവ വരാസനം യോധിയജ്ഞപതിം വിഷ്ണും വിനിന്ദത്യനപത്രഭ. വിവർത്തനം: വിശുദ്ധ മുനിമാർ തുടർന്നു, ദൈവവിചാരമില്ലാത്ത ഈ അധിക പ്രസംഗി സിംഹാസനത്തിൽ ഇരിക്കുവാൻ അർഹനല്ല. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വിഷ്ണുവിനെ പോലും പരിഹസിച്ച ഇവൻ അത്യന്തം നാണം കെട്ടവനാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സിന്ധു മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ രാജാവ് വേനൻ പുരോഹിതന്മാരെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. പുരോഹിതന്മാർ വേനന് ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകി. ധാർമ്മികമായിട്ട് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, ഭഗവാൻ വിഷ്ണുവിന് എങ്ങനെയാണ് യജ്ഞങ്ങൾ സമർപ്പിക്കേണ്ടത്, വിഷ്ണുവിന് യജ്ഞങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ രാജ്യത്ത് സമാധാനമുണ്ടാകും, രാജാവിന് കൂടുതൽ ഐശ്വര്യമുണ്ടാകും, അദ്ദേഹത്തിന്റെ കീർത്തി വർദ്ധിക്കും. അങ്ങനെ ധാർമ്മികമായിട്ടുള്ള മാർഗത്തിൽ ഐശ്വര്യസമ്പൂർണമായിട്ട് രാജ്യം ഭരിക്കുന്നതിനുള്ള ഉപദേശം പുരോഹിതന്മാർ രാജാവ് വേനന് നൽകി. പക്ഷേ രാജാവ് വേനൻ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, പുരോഹിതന്മാരെ പരിഹസിച്ചുകൊണ്ട് വേനൻ സംസാരിക്കാനും തുടങ്ങി. നിങ്ങൾക്ക് യഥാർത്ഥ ധർമ്മം എന്താണെന്ന് അറിയുകയില്ല, നിങ്ങൾ അധർമ്മമാണ് ഇപ്പോൾ ധർമ്മം എന്ന രീതിയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് എന്നെ തന്നെയാണ്, ഞാനാണ് പരമപുരുഷൻ, എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ഞാൻ തന്നെയാണ് എന്നിവിടെ ഈ ശ്ലോകത്തിൽ 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഞാനാണ് ആരാധിക്കപ്പെടേണ്ടവൻ, ഞാനാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്ന് വേനൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ മൈത്രേയ മഹർഷി പറയുന്നുണ്ട്, ഇങ്ങനെ വേനന്റെ ബുദ്ധി പൂർണ്ണമായിട്ടും തിരിഞ്ഞുപോയി. ഇത്തം വിപര്യമതി. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചു? വിപര്യമതി. ബുദ്ധി പൂർണ്ണമായിട്ടും തിരിഞ്ഞുപോയി, തല തിരിഞ്ഞുപോയി. എന്തുകൊണ്ടാണ് ആ ബുദ്ധി തിരിഞ്ഞുപോയത് എന്ന് പറയുന്നു. പാപിയാൻ ഉത്പദം ഗത. പൂർണ്ണമായിട്ടും പാപകർമ്മങ്ങളിൽ മുഴുകിയത് കൊണ്ട് വേനന്റെ ബുദ്ധി തിരിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അപ്പം പാപിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയില്ല. യഥാർത്ഥ ധർമ്മം എന്താണെന്ന് തിരിച്ചറിയാൻ പാപിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ധാർമ്മിക പാത പിന്തുടരുന്നവർ പാപകർമ്മങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നത്. മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ചൂതാട്ടം, അതേപോലെ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നത്, വ്യഭിചാരം, ഇതൊക്കെയാണ് പാപത്തിന്റെ വഴികൾ. അപ്പൊ അങ്ങനെ പാപം ചെയ്യുന്നവർക്ക് ഒരിക്കലും ഭഗവാന്റെ പാതയിലേക്ക് വരാനോ ഭഗവാന്റെ പാതയെ അംഗീകരിക്കാനോ സാധിക്കുകയില്ല. അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമുക്ക് വേനന്റെ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അധാർമിക പാതയിൽ സഞ്ചരിച്ചത് കൊണ്ട് വേനന്റെ ബുദ്ധി തിരിഞ്ഞുപോയി, വിപര്യം. അതുകൊണ്ട് ധർമ്മം ഉപദേശിച്ചപ്പോഴും അത് അധർമ്മമാണ് എന്നാണ് വേനൻ വിചാരിച്ചത്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, നമ്മുടെ ബുദ്ധി തമോ ഗുണത്തിലായി കഴിഞ്ഞാൽ ധർമ്മത്തെ അധർമ്മമായി തെറ്റിദ്ധരിക്കും, അധർമ്മത്തെ ധർമ്മമായിട്ട് അവർ സ്വീകരിക്കും എന്നും പറയുന്നുണ്ട്. നേരെ വിപരീതമായിട്ട് മാറും, ബുദ്ധി ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയില്ല. വേനന്റെ ബുദ്ധിയും പാപകർമ്മങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടും തിരിഞ്ഞുപോയി. അതുകൊണ്ട് ധർമ്മം ഉപദേശിച്ചപ്പോഴും അദ്ദേഹം അതിനെ അധർമ്മമായിട്ട് മനസ്സിലാക്കി
തന്നെ തന്നെയാണ് എല്ലാവരും ആരാധിക്കേണ്ടത്, ഞാൻ തന്നെയാണ് പരമപുരുഷൻ എന്നുവരെ പറയാനുള്ള ധൈര്യം വേനനുണ്ടായി. അപ്പൊ ഇത് കേട്ട സമയത്ത് മഹർഷിമാർക്ക് വലിയ കോപമുണ്ടായി എന്നാണ് പറയുന്നത്. മഹർഷിമാർക്ക് സാധാരണഗതിയിൽ കോപമുണ്ടാകാറില്ല. അവർ പൂർണ്ണമായിട്ടും സാത്വിക ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. പക്ഷെ ഇവിടെ ഭഗവാനെ അപമാനിച്ചത് കൊണ്ട്, ഭഗവാനെ അംഗീകരിക്കാത്തത് കൊണ്ട്, ഭഗവാന്റെ യജ്ഞം ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് മഹർഷിമാർക്കും വലിയ കോപമുണ്ടായി. അതുകൊണ്ട് അവനെ വധിക്കണം. ഹന്യതാമേഷ, ഇവനെ ഇനി ഈ രാജ്യത്ത് നിർത്തുന്നത് വലിയ അപകടമാണ്. ഇവൻ ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കും. ഇവന്റെ പാപം കൊണ്ട് ബാക്കിയുള്ളവർക്ക് പോലും വലിയ അപകടമുണ്ടാകും, ദുരിതമുണ്ടാകും. ഈ ലോകത്തിനെ മുഴുവൻ ഇവൻ ഭസ്മമാക്കി കളയും. ഹന്യതാമേഷ പാപ പ്രകൃതി ദാരുണം. കാരണം ഇവൻ അത്രയും പാപിയാണ്. ഭഗവാനെ അംഗീകരിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ജീവൻ ജഗതസാവാശു കുരുതേ ഭസ്മസാദ്ധ്രുവം. ഇവൻ ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന അത്രയും വലിയ പാപിയാണ്. അതുകൊണ്ട് ഇവനെ വധിക്കുകയാണ് വേണ്ടത് എന്ന് മഹർഷിമാർ പറയാൻ തുടങ്ങി. സാധാരണഗതിയിൽ മഹർഷിമാർ വധത്തിലൊന്നും ഏർപ്പെടാറില്ല. അതൊക്കെ ക്ഷത്രിയന്മാരുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ ഇവിടെ രാജ്യം ഭരിക്കാൻ ക്ഷത്രിയനില്ല. ഉള്ള ക്ഷത്രിയൻ തന്നെ വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ സംരക്ഷിക്കേണ്ട, ജനങ്ങളെ ഭഗവാനിലേക്ക് നയിക്കേണ്ട ക്ഷത്രിയൻ ഭഗവാനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവനെ ഇല്ലാതാക്കുന്നതാണ് രാജ്യത്തിനും ജനങ്ങൾക്കും നല്ലത്. അതുകൊണ്ട് അവനെ വധിക്കുക തന്നെ വേണം എന്ന് മഹർഷിമാർ പറയാൻ തുടങ്ങി. അതിന്റെ കാരണവും ഇവിടെ പറയുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ, 32ാമത്തെ ശ്ലോകത്തിൽ, ഇവൻ വിഷ്ണുവിനെ പോലും പരിഹസിച്ചു. യജ്ഞപതിയായിട്ടുള്ള വിഷ്ണുവിനെ പോലും പരിഹസിച്ചു. വിഷ്ണു വിനിന്ദതി, വിഷ്ണുവിനെ അപമാനിച്ചു. അതുകൊണ്ട് ഇവൻ ഈ രാജസിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യനല്ല. കാരണം ഭഗവാന്റെ പ്രതിനിധിയാണ് രാജസിംഹാസനത്തിൽ ഇരിക്കേണ്ടത്. ഭഗവാനെ അവഹേളിച്ചുകൊണ്ട് ഒരു വ്യക്തി രാജസിംഹാസനത്തിൽ ഇരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് ഇവനെ എത്രയും പെട്ടെന്ന് രാജ്യത്തിൽ നിന്നും, രാജപദവിയിൽ നിന്നും നിഷ്കാസനം ചെയ്യണം, അവനെ വധിക്കണം എന്ന് മഹർഷിമാർ നിർദ്ദേശിച്ചു. അന്നത്തെ മഹർഷിമാർക്ക് അത്രയും ശക്തി ഉണ്ടായിരുന്നു. ആയുധങ്ങളൊന്നും എടുക്കാതെ വെറുതെ ഒരു ശാപം കൊണ്ട്, ഒരു വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ ഹനിക്കാനുള്ള ശക്തി അന്നത്തെ ബ്രാഹ്മണർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആ വേനൻ രാജാവിനെ വധിക്കണം എന്നുള്ള തീരുമാനമെടുത്തു. എങ്ങനെയാണ് ആ രാജാവിനെ അവർ വധിച്ചത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയശ്രീ മാതാജി ഉണ്ടോ? ഞാനാണോ മാതാജി? അതെ മാതാജി, ജപിച്ചോളൂ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ